ഹലോ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട എന്തായാലും ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. റെഡി ആണല്ലോ? അതിന് മുന്നേ നിങ്ങൾ എഡ്യൂപോഡിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫറുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ന്യൂ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഓൺലൈൻ ക്രാഷ് കോഴ്സ് ആണ്. അപ്പോൾ ഈടാക്കുന്ന 1999 ആണ് കേട്ടോ. 1999 നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ദെൻ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ കണക്കിലെടുത്ത് മുൻ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. +2 ഹ്യൂമാനിറ്റീസിന്റെ പബ്ലിക് എക്സാം റിവിഷൻ ബാച്ചും കൂടെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി ഗ്രൂപ്പ് ബൈ മെന്റോർസ്, ദെൻ വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് ബൈ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഓൾ ചാപ്റ്റർ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ദെൻ നമ്മുടെ സിലബസ് ഫെബ്രുവരി 1st വീക്കോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ദെൻ നിങ്ങൾക്ക് ഫെബ്രുവരി മാർച്ചിൽ റിവിഷൻ ആൻഡ് മോഡൽ എക്സാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ 3 സെറ്റ് ഓഫ് എക്സാംസ്, അതുപോലെ തന്നെ പേഴ്സണൽ മെന്ററിങ്ങും, ദെൻ പ്രൊജക്ട് വൈസ് സബ്ജക്ട് വൈസ് ക്ലബ്സ് ആൻഡ് വാട്സ്ആപ്പ് ആൻഡ് AI ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ദെൻ നമുക്ക് എന്താണ് വേണ്ടത്? ഫുൾ മാർക്കല്ല വേണ്ടത്, A+ ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഓക്കെ ആണല്ലോ? അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫീച്ചർ ആണിത്. 1999 ആ ഒരു പേയ്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ ലഭിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ +2 വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിന്റെ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇതുവരെ കേറിയിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. നോട്ട്സ് മാത്രമല്ല, കണ്ടല്ലോ, നിങ്ങളുടെ ഈ ഒരു ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഓരോ ചാപ്റ്റേഴ്സിനെ വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള മൈക്രോ നിങ്ങൾക്ക് ലഭ്യമാകും. ദെൻ ലൈവ് ലിങ്ക് ലഭിക്കും. അതുപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാനും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. നമുക്ക് നോക്കിയാൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 2-3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ്. ആർ യു റെഡി? ഓക്കെ അല്ലേ? ദെൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്. ആധുനിക വൻകിട ഉൽപാദനത്തിന്റെ പ്രധാന സവിശേഷതകൾ വിശദീകരിക്കുക. അപ്പോൾ മോഡേൺ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് പ്രധാനപ്പെട്ട എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ ആണ് അല്ലെ. ഒന്ന് സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ തൊഴിൽ വിഭജനവും. നോക്കാം. The production is divided into many small tanks, each performed by skilled or semi-skilled workers. ഉൽപാദനം നിരവധി ചെറിയ ജോലികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നും വൈദഗ്ധ്യമുള്ളവരോ അർദ്ധവൈദഗ്ധ്യമുള്ളവരോ ആണ്. ഓക്കെ ആണല്ലോ? ദെൻ മെക്കാനൈസേഷൻ ആൻഡ് ഓട്ടോമേഷൻ ആണ്, യന്ത്രവൽക്കരണവും ഓട്ടോമേഷനും. ദെൻ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് മെഷീൻസ്, then robotics and computer controlled system increasingly efficiently. അപ്പോൾ നൂതന യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ വെച്ച നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയുടെ ഉപയോഗം നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാൻ പറ്റും. ദെൻ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ഷൻ, സ്റ്റാൻഡർഡൈസ്ഡ് ഉൽപാദനം. ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ large quantities following uniform standard and specification. അവിടെ ഏകീകൃത മാനദണ്ഡങ്ങളും സവിശേഷതകളും പാലിച്ചുകൊണ്ട് വലിയ അളവിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, വലിയ മൂലധന നിക്ഷേപങ്ങൾ, യന്ത്രങ്ങൾ, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലൂടെ വലിയ നിക്ഷേപങ്ങൾ എന്താണ് ആവശ്യമാണ്. ദെൻ വാട്ട് ഈസ് ദ ഫുഡ് ലൂസ് ഇൻഡസ്ട്രീസ്, എന്താണ് സ്വതന്ത്ര
വ്യവസായങ്ങൾ. 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. എന്താണ് ഫുഡ് ലോസ്? എന്താണ് സ്വതന്ത്ര വ്യവസായങ്ങൾ? വ്യത്യസ്തമായ അനേകം പ്രദേശങ്ങളിൽ നമുക്കത് സ്ഥാപിക്കാൻ പറ്റും. മാത്രമല്ല ഈ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വിഭവങ്ങൾ, റോ മെറ്റീരിയൽസ് എന്താണ് എല്ലായിടത്തും ലഭ്യമാണ്. ഇന്ന സ്ഥലത്ത് മാത്രം ലഭിക്കും എന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും എന്താണ് അതിന് റോ മെറ്റീരിയൽ ലഭിക്കും. ദെൻ ചെറിയ അളവിൽ മാത്രമേ അവ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. തൊഴിലാളികളുടെ എണ്ണവും എന്തായിരിക്കും? കുറവായിരിക്കും. സ്വതന്ത്ര വ്യവസായങ്ങൾ പൊതുവെ മലിനീകരണങ്ങൾ അധികം ഉണ്ടാക്കാറില്ല. ഇത്തരം വ്യവസായങ്ങൾക്ക് റോഡ് ഗതാഗത ശൃംഖല എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ഇൻഡസ്ട്രീസ് ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ്. അടിസ്ഥാന വ്യവസായങ്ങളും ഉപഭോക്തൃ വ്യവസായങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അപ്പൊ അതിന്റെ പർപ്പസ്, ലക്ഷ്യം ഫസ്റ്റ് നമുക്ക് നോക്കാം. എന്തിന്റെ? ബേസിക് ഇൻഡസ്ട്രിയും കൺസ്യൂമർ ഇൻഡസ്ട്രിയും. ദ ബേസിക് ഇൻഡസ്ട്രീസ് ദസ് സപ്ലൈ റോ മെറ്റീരിയൽ or basic goods to other industries. അടിസ്ഥാന വ്യവസായങ്ങളിലെ മറ്റുള്ള വ്യവസായങ്ങൾക്ക് അടിസ്ഥാന വസ്തുക്കളോ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ നൽകുന്ന വ്യവസായങ്ങളാണ് ഏത് പറയുന്നത്? ബേസിക് ഇൻഡസ്ട്രി. അപ്പൊ ഇന്ന ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ചാലേ മറ്റൊരു ഇൻഡസ്ട്രിക്ക് അല്ലെ ആ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ ആ ബേസിക് ഇൻഡസ്ട്രീസിനെ അവർ സമീപിക്കണം. ദെൻ കൺസ്യൂമർ ഇൻഡസ്ട്രി. ദസ് ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫോർ ഡയറക്റ്റ് കൺസപ്ഷൻ ബൈ പീപ്പിൾ. ഇവിടെ ജനങ്ങൾ നേരിട്ട് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ ലഭിച്ച വസ്തു എന്താണ്? നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അതിന്റെ നേച്ചർ ഓഫ് ഔട്ട്പുട്ട് നോക്കാം. എന്താണ് ബേസിക് ഇൻഡസ്ട്രീസ്? ഔട്ട്പുട്ട് ഈസ് യൂഷ്വലി ഹെവി ആൻഡ് യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. ഫോർ എക്സാമ്പിൾ സ്റ്റീൽ ആൻഡ് സിമെന്റ്. എന്താണ്? സാധാരണയായി ഭാരമേറിയതും മറ്റ് വ്യവസായങ്ങൾക്ക് ഇൻപുട്ടായി ഉപയോഗിക്കുന്ന വസ്തുക്കളായിരിക്കും ഏത്? ബേസിക് ഇൻഡസ്ട്രിയിൽ. തന്നെ ഇവിടെ കൺസ്യൂമറിൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഇൻക്ലൂഡ് ഡെയിലി യൂസ് കൺസ്യൂമേഴ്സ് പ്രൊഡക്ട്സ്. ഫോർ എക്സാമ്പിൾ ക്ലോത്ത്, ദെൻ ഫുഡ് ഐറ്റംസ് ഒക്കെ അതിൽ നമ്മുടെ ദൈനംദിന ഉപയോഗത്തിന് അനുയോജ്യമായിട്ടുള്ള വസ്തുക്കളായിരിക്കും ഉണ്ടാവുക. അതിന് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. പ്രാധാന്യം. ബേസിക് ഇൻഡസ്ട്രീസ് എന്താണ്? ഫോം ദ ഫൗണ്ടേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബിക്കോസ് അതർ ഇൻഡസ്ട്രീസ് ഡിപ്പെൻഡ് ഓൺ ദം. ഇവിടെ രാജ്യത്തിന്റെ വ്യവസായ വികസനത്തിന് അടിത്തറ ഒരുക്കുന്നുണ്ട്. ദെൻ കൺസ്യൂമർ ഇൻഡസ്ട്രി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ബേസിക് ഇൻഡസ്ട്രിയും കൺസ്യൂമർ ഇൻഡസ്ട്രിയും നമ്മളുടെ ഡിഫറൻസ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിന്റെ പർപ്പസും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ? അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കുക. 2 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം എന്താണ് എൻഹാൻസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി. ഒരു ഫീച്ചർ എന്താണ്? ഇമ്പോർട്ടൻസ് എന്താണ്? ആശയവിനിമയം ബന്ധിപ്പിക്കലും അതിന്റെ കൂടെ തന്നെ വർദ്ധിപ്പിക്കുന്നു അല്ലെ. ടെലികമ്മ്യൂണിക്കേഷൻ ഇനാബിൾ ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ across the long distance, helping people, business and government stay connected. ഇവിടെ ദൂരങ്ങളിലുള്ള ആളുകളുമായിട്ട് നിമിഷ നേരത്തിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തിഗത സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് എന്നിവ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ സഹായിക്കുന്നതാണ് ഏത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Then second one is support economic development. സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു. Then to promote trade, e-commerce, banking and business operations, improving productivity and contributing to national economic growth. ഇവിടെ വ്യാപാരം, ഇ-കൊമേഴ്സ്, ബാങ്കിങ്, ബിസിനസ് പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തി രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയും സാമ്പത്തിക വളർച്ചയും ഈ ടെലികമ്മ്യൂണിക്കേഷൻ വഴി
വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. Then third one is improve access to services. ആവശ്യ സേവനങ്ങളുടെ ലഭ്യത മെച്ചപ്പെടുത്തുന്നു. Then telecommunication help deliver essential services like education, healthcare, then distance management and emergency services efficiently. ടെലികമ്മ്യൂണിക്കേഷൻ വഴി വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ സേവനങ്ങൾ, അടിയന്തര സഹായങ്ങൾ എന്നിവ വേഗത്തിലും ഫലപ്രദമായി ലഭിക്കാൻ അത് കഴിയുന്നുണ്ട്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യം അതിലൂടെ അർഹിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, then മറ്റൊരു പ്രധാനപ്പെട്ട 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന ടോപ്പിക്. എന്താണ്? വാട്ട് ഈസ് ഡിജിറ്റൽ ഡിവൈഡ്? എന്താണ് ഡിജിറ്റൽ വിഭജനം? നോക്കാം. The digital divide refers to the gap between people who have access to digital technologies like computers, internet, smartphones, and those who do not have access to economic, social, or regional differences. Then it shows inequality in access, skill, and use of information and communication technology. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡിജിറ്റൽ വിഭജനം എന്ന് പറയുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനമുള്ളവരും, ഇപ്പൊ നമുക്ക് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റ് വഴി അല്ലെ ഒരു സാധനം നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ നമുക്ക് എങ്ങനെയാ, അത് എങ്ങനെയോ പഠിച്ചെടുത്ത സംഭവങ്ങളാണല്ലോ. പക്ഷെ ഇതെല്ലാം ഉപയോഗിക്കാൻ അറിയുന്നവരും ഉപയോഗിക്കാൻ അറിയാത്തവരും തമ്മിൽ എന്തുണ്ട്? വലിയ വ്യത്യാസമുണ്ട്. ആ ഒരു ഗ്യാപ്പാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. സാമ്പത്തിക, സാമൂഹിക, പ്രാദേശിക വ്യത്യാസങ്ങൾ മൂലമുള്ള ഡിജിറ്റൽ പ്രവേശനത്തിലും കഴിവിലും ഉപയോഗത്തിലും ഉണ്ടാക്കുന്ന അസമത്വത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിജിറ്റൽ വിഭജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. നമുക്ക് നോക്കാൻ പോട്ടത് അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ദോഷങ്ങളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ ഈസി അല്ലേ? നമുക്ക് ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നൊക്കെ എഴുതി കൊടുക്കാം. ഇനി അറിയാത്തവർ ശ്രദ്ധിക്കുക. ആക്സസ് ടു ഇൻഫോർമേഷൻ അല്ലെ, നമുക്ക് നല്ല രീതിയിലുള്ള വിവരങ്ങൾ, നമുക്ക് ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് പ്രൊവൈഡ് ഇൻസ്റ്റന്റ് ആക്സസ് ടു എ വേസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ഓഫ് എനി ടോപ്പിക്. നമ്മൾ ഏതൊരു വിഷയത്തെ കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലൂടെ ഉടൻ ക്യുക്കായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് ഏത്? കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു സംവരണ സൗകര്യം. To enable fast and easy communication through email, social media, video call and messaging apps. ഇപ്പൊ നമ്മൾ ഇമെയിൽ ഉപയോഗിക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ വീഡിയോ കോളുകള്, മെസ്സേജിങ് തുടങ്ങിയ മുഖാന്തരം വേഗത്തിലും എളുപ്പത്തിലും നമുക്ക് ആശയവിനിമയം നടത്താൻ സാധ്യമാണ്. What is the importance of റെയിൻ വാട്ടർ വേ ആൻഡ് മിസിസിപ്പി വാട്ടർ വേ? അപ്പൊ നമ്മൾ ഇൻലാൻഡ് വാട്ടർ വേ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, വേൾഡിലുള്ള പ്രധാനപ്പെട്ട ഇൻലാൻഡ് വാട്ടർ വേസുകളാണ് ഒന്ന് റെയിൻ വാട്ടർ വേ, അതുപോലെ മിസിസിപ്പി വാട്ടർ വേ. അപ്പൊ അത് രണ്ട് പ്രധാനപ്പെട്ടവയാണ്. അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ദ റെയിൻ വാട്ടർ വേ is one of the busiest inland transport route in Europe, linking major industrial regions of Switzerland, Germany and the Netherlands with the North Sea. It helps in the cheap and efficient movement of heavy goods like coal, iron and machinery, supporting large-scale industries along its banks. അപ്പൊ യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ ബിസി ആയിട്ടുള്ള ഒരു ജലഗതാഗത മാർഗമാണ് ഏത് പറയുന്നത്? നമ്മുടെ റൈൻ വാട്ടർ വേ. ഓക്കെ, അത് ഏതിലൂടെയൊക്കെ പോകുന്നത്? സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പ്രധാനമായ മേഖലകളെയും നോർത്ത് സീയുമായും ബന്ധിപ്പിച്ച് ഇരുമ്പ്,
യന്ത്രങ്ങൾ പോലുള്ള ഭാരം കൂടിയ ചരക്കുകൾ കുറഞ്ഞ ചെലവിൽ ഗതാഗത യാത്രയോടത്ത് ഇത് സഹായിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഇത് മിസിസിപ്പി വാട്ടർവേ. ഓക്കെ, ഇതെങ്ങനെയാ പോകുന്നത്? ഇറ്റ്സ് ദ ബാക്ക്ബോൺ ഓഫ് ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ് അല്ലെ, US, to provide an important rules for moving agricultural products like wheat, corn and soybean from the interior state to international markets and support major industries located along the river. Thus, both waterway play a key role in promoting trade, ഇൻഡസ്ട്രി ആൻഡ് ഇക്കോണമിക്കൽ ഡെവലപ്മെന്റ്. ഇത് മിസിസിപ്പി വാട്ടർവേ അമേരിക്കയുടെ പ്രധാന ഇൻലാൻഡ് ഗതാഗത പാതയാണ്. ഇതുവഴി ഗോതമ്പ്, അതുപോലെ തന്നെ സോയാബീൻ, കോഴ പോലെയുള്ള കൃഷി ഉൽപ്പന്നങ്ങളെ രാജ്യത്തിന്റെ ആന്തരിക പ്രദേശങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര വിപണിയിലോട്ട് എത്തിക്കുവാനും നദീതീരത്തുള്ള പ്രധാന വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കും ഇത് വലിയ പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇരുവിധ ജലപാതകളും വ്യാപാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും എന്താണ് നിർണായക ഘടകം ആണ്. അപ്പൊ മിസിസിപ്പി വാട്ടർവേ അതുപോലെ റൈൻ വാട്ടർവേ എന്താ ചെയ്യാ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ ബാലൻസ് ഓഫ് ട്രേഡ്? എന്താണ് വാണിജ്യത്തിന്റെ ബാലൻസ്? ഇതിന് ഇക്വേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് ബാലൻസ് ഓഫ് ട്രേഡ്? BOT refers to the difference between the value of country export and the import of goods during a specific period. ഒരു വാണിജ്യ ബാലൻസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഒരു സാധനങ്ങളുടെയും കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും മൂല്യത്തിലുള്ള വ്യത്യാസമാണ്, ഒരു സമയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ കയറ്റുമതി കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ ഈക്വൽ അനുകൂലമായിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. എന്നാൽ ഇറക്കുമതിയാണ് ആ രാജ്യത്ത് കൂടുതൽ എങ്കിൽ അവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഓഫ് ട്രേഡ് ആയിരിക്കും ആ രാജ്യത്ത് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് നോക്കാം എന്താണ് ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാരം. എന്താണ് ഫ്രീ ട്രേഡ്? ഓർ trade liberalization is opening up economies of countries for trading. Then tariff, taxes, etc. are brought down to or totally removed, and free flow of goods and services to other countries is allowed. ഇവിടെ സ്വതന്ത്ര വ്യാപാരം അല്ലെങ്കിൽ വ്യാപാര ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ ഒരു രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുക, അവിടുത്തെ ടാക്സും അല്ലെ അവിടുത്തെ വേണ്ട താരിഫും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി രാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾക്ക് എല്ലാം എന്ത് കൊടുക്കുക, വ്യാപാരത്തിനായി തുറന്നു കൊടുക്കുക. താരിഫുകളെ, നികുതികളെ മുതലായവ കുറയ്ക്കുകയോ പൂർണ്ണമായി നീക്കം ചെയ്യുകയോ ചെയ്യുന്നു. കൂടാതെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും സൗജന്യ ഒഴുക്കും അനുവദിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? Then what is the features of WTO? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബൽ ട്രേഡ് ബോഡി ആണല്ലോ, ആണോ? ആഗോള വ്യാപാര സംഘടനയാണ് ഏത്? WTO. Then പ്രൊമോട്ട് ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാരത്തെ നല്ല രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഡിസ്പ്യൂട്ട് ദ സെറ്റിൽമെന്റ് മെക്കാനിസം, വ്യാപാര തർക്കങ്ങളെ സമാധാനപരമായിട്ട് പരിഹരിക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട്. ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ, എന്താണ് എല്ലാവർക്കും സമത്വമായിട്ടുള്ള ഒരു നൽകുന്നുണ്ട്. ട്രേഡ് പോളിസി റിവ്യൂ, വ്യാപാര നയം നിരീക്ഷണം. ഡെവലപ്മെന്റ് സപ്പോർട്ട്, വികസന രാഷ്ട്രങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും അവിടെ നിന്ന് ഒന്നുകൂടി മുന്നോട്ട് വരാൻ വേണ്ടി, വ്യാപാരത്തിലൂടെ മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഏത് വർഷമാണ് രൂപീകരിച്ചത്? നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്, വൺ വേർഡ് പ്രതീക്ഷിക്കാം. അപ്പൊ ഇയർ എന്ത് ചെയ്യുക, കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ ആണല്ലോ? യെസ്.
ഇനി നമുക്ക് നോക്കാം ഡിഫൈൻ വാട്ടർ പൊല്യൂഷൻ. ഈസി അല്ലേ, എഴുതിക്കൂടെ? Okay, then mention any two major causes of water pollution. എന്താണ് ജലമലിനീകരണം? അത് ഉണ്ടാകുവാനുള്ള രണ്ട് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എഴുതുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? എന്താണ് വാട്ടർ പൊല്യൂഷൻ? എന്താണ് വാട്ടർ പൊല്യൂഷൻ? ഈസ് ദി contamination of water bodies such as rivers, lakes, oceans and groundwater by harmful substances that make the water unsafe for use. ഇവിടെ ജലമലിനീകരണം എന്ന് നദി, തടാകം, കടൽ, ഭൂഗർഭജലം തുടങ്ങിയ ജലാശയങ്ങളിൽ ഹാനികരമായ വസ്തുക്കൾ ചേർന്നിട്ട് ജലം ഉപയോഗമല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? ജലമലിനീകരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നദി, നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു വാട്ടർ ബോഡി ഏതുമായിക്കോട്ടെ, അതിലോട്ട് കുറെ എവിടെന്നെങ്കിലൊക്കെ മലിനജലങ്ങൾ വന്നു ചേരുകയാണെങ്കിൽ ആ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്തായിട്ട് മാറി? ആ ജലം മലിനമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ മേജർ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ നോക്കാം. അതിലൊന്നാണ് ഏത്? ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് റിലീസ്ഡ് ഇൻ ടു വാട്ടർ ബോഡീസ്. അപ്പൊ നമ്മള് ഈ വ്യവസായങ്ങളിലുള്ള മലിനജലങ്ങള് അല്ലെ, ഈ വ്യവസായശാലയിൽ നിന്നൊക്കെ വരുന്ന മലിനജലങ്ങള് ജലം എങ്ങോട്ട് ഒഴുക്കുക? കെമിക്കൽസ് ഒക്കെ അടങ്ങിയ ജലങ്ങളൊക്കെ നേരെ വെള്ളത്തിലോട്ട് ഒഴുകുമ്പോൾ അതൊരു കാരണമാണ്. ദെൻ ഡൊമസ്റ്റിക് വേസ്റ്റ് അല്ലെ, ഇപ്പൊ നമ്മൾ ഗൃഹ മാലിന്യങ്ങളൊക്കെ അത് നദികളിലോട്ട് ഒഴുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ജലം മലിനമാകാൻ അത് കാരണം. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൃഷിയിടങ്ങളിലൊക്കെ നന്നായിട്ട് രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന അവിടെ വെള്ളം നിറഞ്ഞ് അത് ഏതെങ്കിലും ഒരു ചാല് വഴിയോ ഒക്കെ അത് ഏതെങ്കിലും ജലാശയത്തിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ അല്ലെ, ആ ഒരു ജലം മലിനമാകുവാനും അതൊരു കാരണമാകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ കാരണങ്ങളൊക്കെ എഴുതിയിട്ട് ആ ഫുൾ മാർക്ക് വാങ്ങിക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ജലഗതാഗതത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ, ഏറ്റവും കുറഞ്ഞ ചെലവുള്ള ഒരു ഗതാഗത മാർഗമാണ്. ഇപ്പൊ പ്ലെയിനിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? വളരെ ചെലവ് കുറവാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് required less fuel and maintenance, making it the most economical way to carry goods. ഇവിടെ ഇന്ധന ചെലവും പരിപാലന ചെലവും കുറവായതിനാൽ ഏറ്റവും സാമ്പത്തികമായ ഗതാഗത രീതിയാണ് ഏത് പറയുന്നത്? ഏതാണ്? ജലഗതാഗതം. ദെൻ മറ്റൊരു ഫീച്ചർ ആണ് എന്താണ്? ബെസ്റ്റ് ഫോർ ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ്. ഇപ്പൊ നമ്മൾ നല്ല ഭാരം കൂടിയ അല്ലെ ഈ കണ്ടെയ്നേഴ്സ്, ഈ ഗുഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും ഏറ്റവും ഈസിയാണ് ഏത് പറയുന്നത്? ജലഗതാഗതം. ഇപ്പൊ നമ്മൾ ഈ കൽക്കരി, ഇരുമ്പ്, ഖരം, പെട്രോളിയം യന്ത്രങ്ങൾ എന്നിവ പോലുള്ള വൻതോതിലും വലിയ ഭാരമുള്ള ചരക്കുകൾ കൊണ്ടുപോകാൻ ഏറ്റവും നല്ല അനുയോജ്യമായ മാർഗമാണ് ഏത്? ജലഗതാഗതം. ദെൻ എൻവിയോൺമെന്റൽ ഫ്രണ്ട്ലി, പാരിസ്ഥിതിക അല്ലെ എന്താണ്? സൗഹൃദമാണ് അല്ലെ. വാട്ടർ ട്രാൻസ്പോർട്ട് കോസ് വെരി ലിറ്റിൽ പൊല്യൂഷൻ കമ്പയർ ടു റോഡ് ആൻഡ് എയർ ട്രാൻസ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള മലിനീകരണം മാത്രമേ ഇതുവഴി ഉണ്ടാകുന്നുള്ളൂ. ദെൻ മറ്റൊന്നാണ് ഏത്? സേഫ് ആൻഡ് റിലയബിൾ ആണ് അല്ലെ, സുരക്ഷിതത്വവും സ്ഥിരതയും ഉണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ വാട്ടർ വേ ആർ ലെസ് affected by traffic congestion and accidents, making them safer for long distance goods movement. ഇവിടെ ഗതാഗത കുരുക്ക് ഇല്ലാത്തതിനാൽ അപകട സാധ്യത കുറവാണ്. മാത്രമല്ല ദൈർഘ്യമേറിയ യാത്രകൾ എന്താണ്? വിശ്വസനീയമാണ്, വളരെ ചീപ്പുമായിരിക്കും. പക്ഷെ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ടായിരിക്കും. നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ സമയം, ദൂരം കൂടുതലാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കപ്പൽ വഴി നമ്മൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തോട്ട് പോകുന്നതും മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്നതും പ്ലെയിനുമായി
മിഡിൽ ഈസ്റ്റോട് പോകുന്ന നോക്കൂ നിങ്ങളെ, വളരെ സമയം കൂടുതലാണ് ഏതിന് വരുന്നത്, ജലഗതാഗതത്തിന്. പ്ലെയിൻ ആകുമ്പോൾ ചെലവ് കൂടുതലായിരിക്കും, പക്ഷെ എന്താണ്, സമയം കുറവായിട്ട് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. then മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മേജർ അഡ്വാൻറ്റേജസ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. ഈ ഒരു ഭാഗത്ത് നിന്ന് എസ് ഷോർട്ടസ്റ്റ് 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. എന്താണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെ പ്രധാന ഗുണങ്ങൾ വിവരിക്കുക. എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്? non-conventional energy resources. First one is they are renewable and will not get exchanged. പുതുക്കാവുന്നതും ആ ഒരു എനർജി കഴിഞ്ഞ് നമുക്ക് വീണ്ടും അത് ഉണ്ടാക്കാൻ സാധിക്കും. അതെന്താണ്, ഒരിക്കലും അവസാനിക്കാത്തതുമാണ്. then they are clean and eco-friendly, producing little or no pollution. അതെന്താ, പരിസ്ഥിതിക്ക് എന്താണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, മലിനീകരണം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. then they reduce the dependence on fossil fuel. then fossil ഇന്ധനങ്ങളുടെ ആശ്രയം എന്താണ്, വളരെ കുറവായിരിക്കും. then they are suitable for rural and remote areas. ഇത് ഗ്രാമപ്രദേശങ്ങളിലേക്കും ദൂരപ്രദേശങ്ങളിലേക്കും അനുയോജ്യമാണ്. മനസ്സിലായല്ലോ എന്തൊക്കെയാണെന്നുള്ളത്? യെസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിൽ നിന്ന് 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കുക. ഏതെങ്കിലും ഭാഗം എന്ത് ചെയ്യാ, ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്യാൻ പറയും. ഏതൊക്കെയാണ് മീൻസ് ഓഫ്, ഒന്ന് ലാൻഡ് ആണ്, മറ്റൊന്ന് വാട്ടർ ആണ്, എയർ ആണ്. then ലാൻഡിന് ഏതൊക്കെ വരുന്നുണ്ട്, റോഡ് വരുന്നുണ്ട്, റെയിൽ വരുന്നുണ്ട്, പൈപ്പ് ലൈൻ വരുന്നുണ്ട്. then നമ്മുടെ വാട്ടറിന് ഒന്നാണ് ഇൻലാൻഡ് വാട്ടർ വേസുകൾ ഉണ്ട്. then സീ റൂട്ട് ഓർ ഓഷ്യാനിക് വാട്ടർ വേസുകൾ ഉണ്ട്. എയറിൽ നമ്മൾ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ദ ഡിഫറൻസ് അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓക്കെ, മനുഷ്യ വികസനത്തിലുള്ള വ്യത്യസ്ത സമീപനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക. ഏതൊക്കെയാണ്? അതിലൊന്നാണ് ഏത്, വെൽഫെയർ ഓർ ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട്. അതെന്താണെന്ന് നോക്കുക. then second, റാഡിക്കൽ സ്കൂൾ ഓഫ് തോട്ട്. തേർഡ് വൺ ഈസ് ബിഹേവിയറൽ സ്കൂൾ ഓഫ് തോട്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്, വെൽഫെയർ സ്കൂൾ ഓഫ് തോട്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഡിഫൈൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. എന്താണ് ജനസാന്ദ്രത? ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്താണ് മക്കളെ ജനസാന്ദ്രത? എന്താണ് അത്, നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? ഒരു പ്രദേശത്തിന്, ഓക്കെ, ആ പ്രദേശത്തിന്റെ വിസ്തീർണവും അവിടെ നിൽക്കുന്ന ജനസംഖ്യയുടെയും തമ്മിലുള്ള ആനുപാതം അല്ലെങ്കിൽ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ പ്രദേശത്തിന്റെ ജനസാന്ദ്രത നമുക്ക് കിട്ടും. അപ്പൊ ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജനസംഖ്യ എന്തുണ്ട്, ഒരു പരിധി ഉണ്ട്. നമുക്ക് നോക്കാം, ഓരോ യൂണിറ്റ് ഭൂമിക്കും അതിൽ വസിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ എന്തുണ്ട്, പരിമിതമായ ഒരു ശേഷിയുണ്ട്. അതിനാൽ ആളുകളുടെ എണ്ണവും ഭൂമിയുടെ വലിപ്പവും തമ്മിലുള്ള ആനുപാതം മനസ്സിലാക്കേണ്ടത് എന്താണ്, ആവശ്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും ഒരു പ്രദേശത്തിന്റെ ഡെൻസിറ്റി? ഒരു പ്രദേശത്തിന്റെ ജനസംഖ്യയെ ആ സ്ഥലത്തിന്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ പ്രദേശത്തിലെ ജനസാന്ദ്രത നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ സെറ്റ് ആണല്ലോ, ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ വേരിയസ് അപ്രോച്ചസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മാനവിക വികസനത്തിലെ വിവിധ സമീപനങ്ങൾ ഏതൊക്കെയാണ് വിശദീകരിക്കുക. അതിലൊന്നാണ് ഏത്, ദ ഇൻകം അപ്രോച്ച്, വരുമാന സമീപനം. വെൽഫെയർ അപ്രോച്ച്, ക്ഷേമ സമീപനം. മിനിമം നീഡ്സ് അപ്രോച്ച്, അടിസ്ഥാന ആവശ്യ സമീപനം. ലാസ്റ്റ് വൺ ഈസ് കാപ്പബിലിറ്റി അപ്രോച്ച്, കാര്യശേഷി സമീപനം. അപ്പൊ ഈ 4 എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് നോക്കാം എന്താണ് വരുമാന സമീപനം. മാനവിക വികസനത്തെ കുറിച്ചുള്ള ഏറ്റവും
ഒക്കെ ചേർന്ന ഓൾഡസ്റ്റ് അപ്രോച്ച് ആണ് ഏത്? ഇൻകം അപ്രോച്ച്. ദെൻ വരുമാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാനവ വികസനത്തെ വിലയിരുത്തുന്ന സമീപനമാണിത്. ഒരു വ്യക്തിയുടെ വരുമാനത്തിന്റെ തോതാണ് അയാളുടെ സ്വാതന്ത്ര്യത്തിന്റെ തോത് നിർണയിക്കുന്നത്. ഈ സമീപനം സമർത്ഥിക്കുന്നുണ്ട്. വരുമാനത്തിന്റെ തോത് എത്ര കൊണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കൊണ്ട് ആ മാനവികസനത്തിന്റെ തോതും വർദ്ധിക്കുമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഓൾഡസ്റ്റ് അപ്രോച്ച് ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം വെൽഫെയർ അപ്രോച്ച്, ക്ഷേമ സമീപനം. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താക്കളായി അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങളായി മാത്രമാണ് നമ്മൾ ആരെ കാണുന്നേ? ജനങ്ങളെ കാണുന്നേ. വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ എന്തല്ല, നേരിട്ട് പങ്കാളികളല്ല, പക്ഷെ അവർ ആരാണ്? അവർ അതിന്റെ സ്വീകർത്താക്കൾ മാത്രമാണ്. അതുകൊണ്ട് മാനവ വികസനത്തിന്റെ തോത് ഉയർത്താനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പരമാവധി പണം ചെലവഴിച്ചുകൊണ്ട് ഗവൺമെന്റ് ഈ ബാധ്യത നിറവേറ്റണം. ദെൻ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഗവൺമെന്റ് കൂടുതൽ മുതൽ മുടക്കണം എന്നാണ് ആര് പറയുന്നത്? ദെൻ വെൽഫെയർ അപ്രോച്ച് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം അടിസ്ഥാന സമീപനം. ആരെ കൊണ്ടുവരുന്നത്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ആണ് ഈ സമീപനം കൊണ്ടുവരുന്നത്. ദെൻ മനുഷ്യന്റെ 6 അടിസ്ഥാന ആവശ്യങ്ങളായ ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷണം, ജലവിതരണം, ശുചിത്വം, പാർപ്പിട സൗകര്യങ്ങൾ എന്നിവ നിറവേറ്റിക്കൊണ്ട് വികസനം വർദ്ധിപ്പിക്കണമെന്നാണ് ഈ ഒരു സമീപനം പറയുന്നത്. മനസ്സിലായല്ലോ. ദ ലാസ്റ്റ് വൺ ഈസ് കാപ്പബിലിറ്റി അപ്രോച്ച് ആണ്, കാര്യശേഷി സമീപനം. പ്രൊഫസർ അമർത്യ സെൻ ആണ് ഈ ഒരു അപ്രോച്ച് കൊണ്ടുവന്നത്. ഇതിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കട്ടെ. ഇതിൽ പറയുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം, വിഭവ ലഭ്യത എന്നീ മേഖലകളിൽ മനുഷ്യന് കാര്യശേഷി ഉണ്ടാക്കുകയാണ് മാനവ വികസനം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു പ്രധാന മാർഗമെന്നാണ് ഈ ഒരു അപ്രോച്ചിലൂടെ നമ്മുടെ അമർത്യ സെൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഇത് ഇൻകം അപ്രോച്ച്, അതുപോലെ തന്നെ കാപ്പബിലിറ്റി അപ്രോച്ച്, ബേസിക് നീഡ് അപ്രോച്ച്, ദെൻ വെൽഫെയർ അപ്രോച്ച്. ഈ 4 എന്ത് ചെയ്യാ? നന്നായിട്ട് പഠിക്കട്ടെ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ട്രാൻസ് ഹ്യൂമൻസ്. അറിയാലോ ട്രാൻസ് ഹ്യൂമൻസ് എന്താണ്? മറന്നു പോയിട്ടില്ലല്ലോ. വേനൽക്കാലത്തെ മൃഗങ്ങളുടെ കൂട്ടത്തെയും കൂട്ടി സമതല പ്രദേശങ്ങളിൽ നിന്ന് എങ്ങോട്ട് പോകും? പർവ്വതങ്ങളിലെ മേച്ചിൽ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ശൈത്യകാലമാകുമ്പോൾ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് അവരെ സമതല പ്രദേശങ്ങളിലോട്ട് കൊണ്ടുപോകുന്നു. കാലാനുസൃതമായി കന്നുകാലികളെ ഒരു മേച്ചിൽ സ്ഥലത്ത് നിന്നും മറ്റൊന്നിലോട്ട് മാറ്റുന്ന ഈ രീതിയെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹുജ്ജൻ, ബഗർവാൾ, ഗദ്ദി എന്നിവ വേനൽക്കാലത്ത് സമതലങ്ങളിൽ നിന്ന് മലമുകളിലേക്കും ശൈത്യകാലം സമതലങ്ങളിലേക്കും കുടിയേറുന്നുണ്ട്. ഇടയ നാടോടുകളുടെ എണ്ണം കുറയുകയും അവർ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ചുരുങ്ങുകയും ചെയ്യുന്നു. രാഷ്ട്രീയ അതിരുകൾ അടിച്ചേൽപ്പിക്കുന്നതും വിവിധ രാജ്യങ്ങൾ അവതരിപ്പിച്ച പുതിയ സെറ്റിൽമെന്റുകൾ പ്ലാന്റുകളുമാണ് ഇതിനെ പ്രധാനമായിട്ടുള്ളത്. എന്താണ് ട്രാൻസ് ഹ്യൂമൻസ് എന്നുള്ളത് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 2 മക്കളൊക്കെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നോക്കാം. ഐഡന്റിഫൈ 4 different types of rural settlement in India. അറിയാലോ ഏതൊക്കെയാന്നുള്ളത്? ഏതൊക്കെയാണ്? ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്, സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്, ഹാംലെറ്റഡ് ആൻഡ് ഐസൊലേറ്റഡ് സെറ്റിൽമെന്റ്. ഇതൊക്കെ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ഏതെങ്കിലും 1 or 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ 2 main fiber crops grow in India and explain the features of each. ഇന്ത്യയിലെ 2 പ്രധാന നാരുവിളകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി ഓരോന്നിന്റെയും സവിശേഷതകൾ എന്ത് ചെയ്യുക? വിശദീകരിക്കുക. അതിൽ ഒന്നാണ് ഏത്?
കോട്ടൺ, പരുത്തി. ഒരു ഖാരിഫ് സീസണിൽ ഉണ്ടാകുന്ന ഒരു വിളയാണ് ഏത്? കോട്ടൺ. ഉഷ്ണമേഖലാ വിളയാണ് പരുത്തി. അർദ്ധവരണ്ട പ്രദേശങ്ങളാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യക്ക് വലിയൊരു ഭാഗം പരുത്തി കൃഷിയുടെ ഭാഗം തന്നെ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ കൂടുതലും ഭൂമി പരുത്തി കൃഷിക്ക് കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പരുത്തി 2 ഇനങ്ങളുണ്ട്. ഒന്ന് ഇന്ത്യൻ പരുത്തിയും മറ്റൊന്നേതാണ്? അമേരിക്കൻ പരുത്തിയും. ഇന്ത്യൻ പരുത്തിക്ക് എന്താണ്? ഹ്രസ്വപ്രധാനമാണ്. അതേസമയം അമേരിക്കൻ പരുത്തിക്ക് നീളം കൂടുതലും ആയിരിക്കും. വടക്കേ ഇന്ത്യയിൽ അമേരിക്കൻ പരുത്തിയെ നർമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. നോർത്ത് ഇന്ത്യയില് പൂവിടുമ്പോൾ എന്താണ്? പരുത്തിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ആകാശം കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ പൂവിടുള്ളൂ. ഇരുണ്ട നമ്മുടെ മേഘം കറുത്ത അല്ലെ നിംബസ് മേഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? നമ്മുടെ കോട്ടൺ പൂവിടില്ല. ഓക്കെ ആണല്ലോ. മറ്റൊരു ഫൈബർ ആണ് ചണം, ജൂട്ട്. അറിയാലോ, നാടൻ തുണി, ബാഗുകളെ, ചാക്ക് തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ നാം ചണനാരുകൾ ഉപയോഗിക്കാറുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇത് ഒരു നാണ്യ വിളയാണ്. ഏത്? ജൂട്ട്. ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോൾ ഇന്ത്യക്ക് വലിയൊരു ജൂട്ടിന്റെ കൃഷി ഇടം തന്നെ നഷ്ടപ്പെട്ടു. ഇന്ന് ഇന്ത്യയിൽ ലോകത്തിലെ ചണ ഉൽപാദനത്തിൽ 5ൽ 3 ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. അതിൽ 4ൽ 3 പശ്ചിമ ബംഗാളിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ബീഹാറിലും അസമിലും ചണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ജൂട്ട് കൃഷി ചെയ്യുന്നത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും അതിന് അനുയോജ്യമായിട്ടുള്ള മണ്ണോ കാലാവസ്ഥയോ ആവണം എന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട 2 മാർക്കിനും 3 മാർക്കിനും പ്രതീക്ഷിക്കേണ്ട ടോപ്പിക്സുകൾ. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ എഴുതാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമുക്കിനി ഇതിൽ ഒരുപാട് മാപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ദെൻ ഈ നോട്ട് എങ്ങനെ ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ +2 സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ജോയിൻ ചെയ്തിട്ടില്ല എല്ലാവരും? ഓക്കെ. ക്രിസ്മസ് എക്സാമിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സും മാത്രമല്ല ഡെയിലി സ്റ്റഡി പ്ലാൻ, മൈക്രോബീറ്റ് ആൻഡ് ലൈവ് ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.